വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ. ഞാൻ കണ്ണിമാങ്ങ വെള്ളമൊക്കെ തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ചിട്ട് അതിനകത്തിട്ട് ഉപ്പൊക്കെ ഇട്ട് വെച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഭരണിക്കകത്തിട്ട് വെച്ചതാണ്. ഇനി നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട്. കറിവേപ്പില, കായപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ കണ്ണിമാങ്ങയൊക്കെ കിട്ടുവാണെങ്കിൽ കണ്ണിമാങ്ങയൊക്കെ കൊണ്ടുവന്നതിന് ശേഷം അത് നല്ലതായിട്ട് വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് അതിൻ്റെ പുറമൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കണം. വെള്ളമീർപ്പൊന്നുമില്ലാതെ തുടച്ചെടുത്തിട്ട് വേണം ഉപ്പിലിടാനേ. ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന കടുകൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. പൊടിച്ചെന്ന് പറഞ്ഞാൽ ഒന്ന് ചതഞ്ഞെടുത്താൽ മതി, ഒരുപാടങ്ങ് അരഞ്ഞു പോകില്ല, കഴിക്കും. ഇനി നമുക്കൊരു പാനൊക്കെ അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് ഗ്യാസൊക്കെ ഒന്ന് ഓണാക്കി കൊടുക്കാം. പാനൊക്കെ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണേ. അച്ചാറിടാൻ എപ്പോഴും നല്ലത് നല്ലെണ്ണയാണേ. ഇനി എണ്ണയൊക്കെ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാമേ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അല്ലെങ്കിൽ ഒരു സൈഡ് വറ്റൽമുളക് മൂക്കും, ഒരു സൈഡ് മൂക്കത്തില്ല. ഇനി അത് മൂത്ത് വന്നപ്പോഴത്തേനും നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണേ. എന്നുവെച്ചാൽ പെട്ടെന്ന് അതങ്ങ് അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ചെറിയ തീ കിടന്നൊന്ന് മൂത്ത് വരണം. മൂത്തൊരു ചുമന്ന കളറായി വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളകും കൂടെ പൊടിപ്പിച്ചതാണ്. 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കാം. ഗ്യാസ് ഓണാക്കരുത്, പൊടി കരിഞ്ഞു പോകും. ഇതിൻ്റെ ചൂടിൽ തന്നെ ഇരുന്നിട്ട്, പാൻ്റെ ചൂടിലിരുന്ന് തന്നെ അത് മൂത്തോളും. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇനി നമുക്ക് മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിനി അതിലേക്ക് നമ്മുടെ ഉപ്പിലിട്ട മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും മുളക് പൊടിയോ ഒക്കെ കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിൻ്റെ മെയിൻ സാധനമായ കടുക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിച്ചത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3.5 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ചാറ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് തണുപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഞാൻ ഈ തവിക്ക് സ്പൂണിലേക്ക് അളന്നൊഴിച്ചതിന് ശേഷമാണ് ഒഴിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അളവ് പറഞ്ഞത് 3 ടേബിൾ സ്പൂണിന്. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇത് വാങ്ങി വെച്ചിട്ടുണ്ട് കണ്ടോ. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലോ ഒരു ഭരണിക്കകത്തോ നമുക്ക് കോരി അടച്ച് വയ്ക്കണം. ഇരുന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം വേണം കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഭരണിക്കകത്തേക്ക് കോരി മാറ്റാം. കണ്ടോ, അപ്പോൾ ഇത്തിരി കുറുവിയിട്ടുണ്ട്. ഈ പാനിനകത്തിരുന്ന് ഇത് ചാറായിട്ട് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം തിളപ്പിച്ചിട്ട് തണുപ്പിച്ച് ഇതിലൊഴിച്ച് കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് ഭരണിയിൽ കോരി അടച്ച് വയ്ക്കണം. ഇതുപോലെ കോരിയിട്ട് കൊടുക്കുക. കാണുമ്പം തന്നെ ഒരു കൊതി വരുന്നുണ്ടല്ലേ. സ്കൂളിലൊക്കെ പോകുമ്പം നമ്മൾ മറ്റേ വട്ടപാത്രത്തിനകത്ത് ചോറ് കൊണ്ടുപോകുമ്പം അതിൻ്റെ സൈഡിൽ പണ്ട് അമ്മ ചോറും ചമ്മന്തിയും ഈ കണ്ണിമാങ്ങ അച്ചാറും എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടിയും കൂടെ വെച്ച് തരുമായിരുന്നല്ലേ. നല്ല ടേസ്റ്റായിരുന്നു അതിന്. ഇതുപോലെ കോരിയിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നല്ലെണ്ണ തിളപ്പിച്ചെല്ലാം ചൂടാക്കിയിട്ട് ഞാൻ വച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
എന്താണെന്ന് വെച്ചാൽ ഇത് പൂത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടപ്പൊക്കെ എടുത്ത് ഒന്ന് മൂടിയതിന് ശേഷം നമുക്ക് ഒരു നല്ല വെള്ള തുണി വെച്ചിട്ട് കെട്ടി നല്ലതായിട്ട് ഭദ്രമാക്കി അങ്ങ് വെച്ചിരുന്നാൽ മതി കേട്ടോ. കണ്ടോ, എൻ്റെ കയ്യിൽ നിന്ന് ഇത്തിരി അച്ചാറിൻ്റെ ഇത് പറ്റിയതാണ് ആ തുണിയിൽ. ഇതുപോലൊന്ന് കെട്ടി അടച്ച് കാറ്റൊന്നും കയറാതെ വെച്ചിരുന്നാൽ മതി. നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.